ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ധന്യ. അപ്പം ഇന്ന് നമുക്ക് കുറച്ച് കറുവാപ്പട്ട കിട്ടിയിട്ടുണ്ടായിരുന്നേ. നമ്മളെ വീടിനടുത്ത് ഈ കറുവാപ്പട്ടയുടെ മരം മുറിച്ചപ്പം അങ്ങനെ കിട്ടിയതാണ് കേട്ടോ ഇത്. എനിക്കിത് മരത്തിൽ നിന്ന് എടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നന്നാക്കുന്നതും മുറിക്കുന്നതും ഉണക്കുന്നതും ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാമെന്നേ. ഇത് അറിയുന്നവരും ഉണ്ടായിരിക്കും, അറിയാത്തവരും ഉണ്ടായിരിക്കും. അപ്പോൾ അറിയാത്തവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് ആദ്യം തന്നെ കഴുകിയിട്ട് മേലെ ഭാഗത്തുള്ള തൊലി ചെത്തിക്കളയണം. ഒരുപാട് ആഴത്തിൽ ചെത്തിക്കളയരുത്, നൈസായിട്ട് ചെത്തിക്കളയട്ടോ. അപ്പോൾ ഇത് കിട്ടിയതെല്ലാം ഞാൻ നന്നായിട്ട് ചെത്തിക്കളയുന്നുണ്ട് കേട്ടോ. ഈ കറുവാപ്പട്ട ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒന്നാണ്. ധാരാളം പോഷക ഗുണങ്ങളുള്ള ഒരു സുഗന്ധ വ്യഞ്ജനം കൂടിയാണ് കേട്ടോ കറുവാപ്പട്ട. ദിവസവും കറുവാപ്പട്ട ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നമ്മുടെ ശരീരഭാരം വളരെ അധികം കുറയും കേട്ടോ. കൂടാതെ തന്നെ ശ്വാസകോശാരോഗ്യം മെച്ചപ്പെടുത്താനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. കുടലിന്റെ പ്രവർത്തനം സുഗമമാക്കാനും അണുബാധയെ തടയാനും ഒക്കെ ഈ ഒരു കറുവാപ്പട്ടയെ കൊണ്ട് പറ്റൂ കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് കിട്ടുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഉണക്കി നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഗുണം ഉള്ളൊരു കാര്യം. ഇതധികം കിട്ടാനില്ല. നമുക്ക് ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതൊക്കെ ഒറിജിനൽ ആണോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ കിട്ടുമ്പോൾ മാക്സിമം നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ഇത് തൊലിയൊക്കെ കളഞ്ഞ് നടുമുറിച്ചതിന് ശേഷം ആണ് ഉണക്കാനിടുന്നത്. ഒരുപാട് അങ്ങോട്ട് വീതി കൂടിയും നീളം കുറഞ്ഞും ഒന്നും മുറിക്കണ്ട. നമുക്ക് ഈ ഒരു വലുപ്പത്തിലായിട്ട് മുറിച്ചാൽ മതി കേട്ടോ. മുറിച്ചതിന് ശേഷം നമുക്ക് ഇത് ഉണങ്ങുന്നത് വരെ, നന്നായിട്ട് ഉണങ്ങുന്നത് വരെ നമുക്ക് വെയിൽ കൊള്ളിക്കുക. ഞാനൊരു 4-5 ദിവസം വെയിൽ കൊള്ളിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ മഴയായതുകൊണ്ട് ഇടയ്ക്കുള്ള ഒരു വെയിലും ഇത് മുറിച്ചതിന് ശേഷം ഇടയ്ക്കാണ് കേട്ടോ വെയിൽ കിട്ടുന്നത്. അപ്പം എനിക്ക് കുറച്ചധികം ദിവസം ഉണക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുള്ള ദിവസം ഒരു 3-4 ദിവസം ഉണക്കിയാൽ മതി കേട്ടോ. ഞാൻ ഇത് ഉണക്കുന്ന സമയത്ത് തന്നെ വല്ലാണ്ട വെയിലില്ലായിരുന്നു കേട്ടോ. നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കളർ തന്നെ വ്യത്യാസം വരും. നല്ല സ്മെല്ല് വരും കേട്ടോ. ഉണങ്ങുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ സ്മെല്ല് വരുന്നത്. അങ്ങനെ അപ്പം എല്ലാവരും കിട്ടുമ്പം ഇതിങ്ങനെ ഉണക്കി സൂക്ഷിക്കണം കേട്ടോ. അതാണ് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇതിൻ്റെത് ഇത്രയും ഇതിങ്ങനെ ഉണങ്ങി കിട്ടും കേട്ടോ. ഇതിങ്ങനെ ചുരുണ്ട് വരും, പക്ഷെ എൻ്റെ അത് ചുരുണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അധികം വെയിൽ കുറവായിരുന്നു ഞാനിത് മുറിച്ചതിന് ശേഷം. അപ്പോൾ ഇതൊക്കെ നല്ല വെയിലുള്ള ദിവസമാണ്. ഇത് ഉണങ്ങി കഴിഞ്ഞാൽ നല്ല അടച്ചുറപ്പുള്ളൊരു പാത്രത്തിലാക്കിയിട്ട് അടച്ചു വെച്ച് സൂക്ഷിക്കുക കേട്ടോ. ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാനും ബിരിയാണി അങ്ങനത്തെ ഐറ്റംസിലൊക്കെ ഇടാനും കറികളിൽ ഇടാനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നല്ല നല്ല കമൻ്റൊക്കെ പറയണം. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.